ഹായ്. ഞാൻ ഇന്ന് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് വന്നിനി. അതെന്നാന്ന് വെച്ചാല് ഞാൻ കുറെ വർഷമായിട്ട് വേർപ്പനാറ്റം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വെച്ചാല് പെർഫ്യൂം ഉപയോഗിക്കാൻ പറ്റില്ല. ബോഡി സ്പ്രേ ഉപയോഗിച്ചാൽ എന്റെ തോളിലാകെ ചൊറിഞ്ഞു പൊട്ടി ആകെ അലർജി ആയിട്ട് പ്രശ്നമാവും. വേറെ ഒരു തരത്തിലുള്ള ലോഷനും കാര്യങ്ങളും എനിക്ക് കക്ഷത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അലർജി എങ്ങനെയായാലും എനിക്ക് പറ്റൂല. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഈ കയ്യിൽ കാണുന്നത്. ഇതിന്റെ പേര് ആലെന്നാണ്. ഇത് ആയുർവേദ ഷോപ്പിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക. ഇതിന്റെ വില ഈ കാണുന്ന കല്ലിന്റെ ഇത് കുറച്ചുകൂടെ വലുതായിരുന്നു. ഞാൻ ഉപയോഗിച്ച് കുറച്ച് തയഞ്ഞു പോയതാണ്. വെറും 15 റുപ്യക്കാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ തൂക്കിയിട്ടാണ് അവർ പാക്കാക്കിട്ട് വെക്കുക. ഇതുപോലെ ചെറിയ ചെറിയ കല്ലാക്കിയിട്ട് പാക്കാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ്. കുറെ മാസങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല വ്യത്യാസമുണ്ട്. ഭയങ്കര രൂക്ഷമായിട്ടില്ല വേർപ്പനാറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് വേർപ്പനാറ്റം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ അച്ഛന് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം എന്റെ അനിയത്തിക്കും എനിക്കൊക്കെ ഈ ഒരു വേർപ്പനാറ്റത്തിന്റെ പ്രശ്നമുണ്ട്. ഇനി എന്തൊക്കെ നമ്മൾ എത്രയൊക്കെ കുളിച്ച് തേച്ച് ഉരച്ച് തൊലി ഉരച്ച് കളിയുടെ ഭാഗത്തിന് ഉരച്ചാലും പെട്ടെന്ന് വേർപ്പ് നാടെന്ന് വെച്ചാൽ വളരെ സഹിക്കാൻ പറ്റുന്ന നാട്ടാണ്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വേറെ ആൾക്കാരുടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അയ്യോ അവരായിരിക്കും ഇതിന് വൃത്തിയില്ലാന്നല്ലേ വിചാരിക്കും. കാരണം അങ്ങനെയല്ലല്ലോ. നമ്മൾ ക്ലീൻ ആക്കിയാലും വേർപ്പ് നാറ്റം ചിലർക്ക് പ്രശ്നമാണ്. അപ്പൊ ഇത് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ തോളിൽ നനവ് ഉണ്ടാവുമല്ലോ, അത് ഡ്രൈ ആക്കാൻ പാടില്ല. നമ്മള് ടവൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു കല്ല് കക്ഷത്തിൽ വെച്ച് ഉരച്ചു കൊടുത്തിട്ട് അത് ഉണങ്ങുമല്ലോ. ഉണങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട, നമ്മൾ ഇത് ഉരച്ചു കൊടുത്താൽ മതി. പിന്നെ അത് കുളി കഴിഞ്ഞതിന് ശേഷം അത് കണക്ക് നിങ്ങൾ ഡെയിലി കുളി കഴിഞ്ഞതിന് ശേഷം ഇത് അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം വേർപ്പനാറ്റം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇത് കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് പിന്നെ നിർത്തിയാല് പിന്നെ ആദ്യം സ്മെല്ല് വരുവേ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ചു കാലം ഉപയോഗിച്ച് നിർത്തി അപ്പൊ എന്നേക്കായിട്ട് വേർപ്പനാറ്റ് പോവും. അങ്ങനെയല്ല, ഇത് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു മുക്തി നേടാം. ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ ഒരു വേർപ്പനാറ്റത്തിന്റെ പ്രശ്നം ഇല്ല ആൾക്കാരാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇനി അഥവാ ഇത് ആരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. കാരണം അത്രയും ഉപകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. കാരണം സാധാരണ നമ്മൾ ഈ ഒരു വേർപ്പനാറ്റത്തിന്റെ പ്രശ്നം പറഞ്ഞ പല അത് വാങ്ങിത്തേക്കാം ഇത് വാങ്ങിത്തേക്കാന്നൊക്കെ ഒരുപാട് പൈസ കളഞ്ഞിട്ട് പോലും നമുക്ക് റിസൾട്ട് കിട്ടലില്ല. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറെ ഇതിനു വേണ്ടി തലകുത്തി മറിഞ്ഞ് എന്ത് ചെയ്തിട്ടും ഈ ഒരു സ്മെല്ലിൽ നിന്ന് എനിക്ക് ദുർഗന്ധത്തിന് ഒരു മോചനം ഇല്ലാതിരുന്നതാ ഞാനാണ്. ഇത് കാരണം യൂട്യൂബിൽ തന്നെയാണ് കണ്ടത്. യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് വാങ്ങി നോക്കി ഉപയോഗിച്ച് നോക്കി. ഞാൻ ഉറപ്പായിട്ട് പറയും. കാരണം അത്രയും രൂക്ഷ ഗന്ധമാണ് എന്റെ വേർപ്പനാറ്റം എന്ന് പറയുന്നത്. അത്രയും എനിക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നഷ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയായിട്ടാണ്. ഇത് പ്രകൃതിദത്തമായിട്ടുള്ള കല്ലാണ് ആലെന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക് തരാൻ ആരും മടിക്കരുത്. എപ്പോഴും പറയുന്നതാണ് ഒരു ലൈക്ക് തരും. ലൈക്കുള്ളൊരു കുന്തമില്ല. എന്നാലും പറഞ്ഞ ലൈക്ക് തരിക കേട്ടോ. അപ്പൊ കമന്റ് നിങ്ങൾ എന്തായാലും താഴെ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം. ബൈ. അച്ചു.